ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒരു ബീറ്റ്റൂട്ട് രസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു തക്കാളിയും ഒരു ബീറ്റ്റൂട്ടും ഞാൻ കഴുകി വൃത്തിയാക്കി ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 3 വിസിലിന് ശേഷം കുക്കറിന് വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷമാണ് മിക്സിയിലേക്ക് ഇടുന്നത്. നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിനെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം. 2 ചെറിയുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കുരുമുളക് വേണം. കുരുമുളക് മുഴുവൻ കുരുമുളകായാലും കുഴപ്പമില്ല, പൊടിച്ചതായാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റേത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളകാണ്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് പുളിവെള്ളമാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം മിക്സിയിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂണിലും കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് ഞാൻ കായപ്പൊടി എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മതി, അല്ലെങ്കിൽ കായത്തിൻ്റെ കുത്തൽ വരും. അത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് കുക്കാവട്ടെ. 5 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് എല്ലാം നന്നായിട്ട് മസാലയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് താളിച്ചൊഴിക്കണം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു പിടി മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇനി താളിക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. ഈ ഒരു രസം കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള രസമാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ലൂസ് രസത്തിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഒഴിച്ചുകറി പോലെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നപ്പം കടുക് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ പണിയുള്ളൂ. രസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. വെറൈറ്റി രസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഓണത്തിന് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രസത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിഫറൻ്റാണ്. ഇതിനു മുന്നേ ഞാൻ തക്കാളി രസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കണം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു പിഞ്ച് ശർക്കര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർത്തത് ജാഗ്രി പൗഡറാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല, ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. കുറച്ചും കൂടെ മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. ഇത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെടണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.